ഇത് തീട്ട കേസാണ്, ഇത് അങ്ങനെയുള്ള കേസാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവർക്ക് അരി വാങ്ങണമെങ്കിൽ ഇവർക്ക് എൻ്റെ ഫേസും ഈ പറഞ്ഞ പോലെ തൊപ്പിയുടെ ഫേസോ അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഉള്ള വേറൊരാളുടെ ഫേസോ ഇവർക്ക് വെച്ചേ പറ്റൂ. ഈ വ്യക്തികളെല്ലാം ഈ പറഞ്ഞ പോലെ ഈ കേസിനെ അല്ലെങ്കിൽ ഈ സംഭവത്തിനെ കാണുന്നത് അല്ലെങ്കിൽ ഈ സംഭവത്തിനെ ജനങ്ങളിലേക്ക് വിടുന്നത് ഇതൊരു തീട്ട കേസായിട്ടോ ഇതല്ലെങ്കിൽ ഒരു കൊള്ളാത്തൊരു കേസായിട്ടാണ്. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? തൃപ്തിയായല്ലോ നിനക്ക്? ഏതായാലും നീ ആള് ഫേമസ് ആയില്ലേ? എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രദർ, ഇത് ഇങ്ങനെയുള്ളൊരു കേസാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുകയും ഉത്തരം പറ. അത് അതെ വയറ്റിപ്പഴപ്പല്ലേ. നിങ്ങൾക്ക് ഇത് പറയുന്ന ആൾക്കാരും ഇത് സംസാരിക്കുന്ന ആൾക്കാരും ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇവർക്ക് ഇത് സംസാരിക്കാൻ താല്പര്യമില്ല. മനസ്സിലായി, ഇവർക്ക് ഇത് താല്പര്യം ഇല്ലാത്ത പോലെയാണ് ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. സംഭവം ഇത് തീട്ട കേസാണ്. പക്ഷെ അവർക്ക് ഈ തീട്ട കേസ് വെച്ച് 10 മിനിറ്റുള്ള വീഡിയോ വെച്ച് അരമണിക്കൂർ ഇത് നീട്ടുകയും വേണം, എന്നാൽ തംബ്നെയിൽ നമ്മളെ ഫോട്ടോ വെക്കുകയും വേണം, എന്നാൽ ഇത് തീട്ട കേസ് വന്നു. അതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫ്രോഡ് കൂടി ഒപ്പിക്കുന്ന നിങ്ങൾ നല്ല ഉണ്ണിയാണ്. അതിലെന്തെങ്കിലും സംശയം തോന്നി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഞാൻ തൊഴുത്തു കുത്തിയല്ലേ. നീ മാത്രം 10 മിനിറ്റ് പറയേണ്ട കാര്യം 40 മിനിറ്റ് വലിച്ചു നീട്ടിയിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫേസും തൊപ്പിയുടെ ഫേസും അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ബൈറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ ഫേസ് വെച്ച് എന്തുകൊണ്ട് ഇതേ മാറ്റർ ഒരു 10-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 50-ൽ 100-ൽ കൂടുതൽ കണ്ടന്റ്സ് ഡെയിലി എന്തുകൊണ്ട് ആൾക്കാർ ഇടുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും തിരിച്ചു പോവാം.